الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സൂറ ആലു ഇമ്രാൻ 52 ആയത്തുകൾ കഴിഞ്ഞു. ഞങ്ങളെ കൂടെ ഉണ്ടാവില്ലേ ഇനി? ഞങ്ങൾ അൽബക്കറൊക്കെ കഴിഞ്ഞു. ആലു ഇമ്രാൻ 52 ആയത്തുകൾ കഴിഞ്ഞു. ഇപ്പോ 53-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. ومكروا مكر الله والله خير الماكرين. إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون. 52-ാമത്തെ ആയത്തിൽ പിന്നീട് ഈസാക്ക് അവരുടെ സത്യനിഷേധ ഭാവം ബോധ്യമായപ്പോൾ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ സഹായികളായി ആരുണ്ട്? ഖാല, അവർ പറഞ്ഞു, അൽ ഹവാരിയൂൻ, ഹവാരിയങ്ങൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. എന്താണ് ആമന്നാ ബില്ലാ? ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ്, താങ്കൾ സാക്ഷ്യം വഹിച്ചാലും. ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അനുസരിക്കുന്നവരാണ് എന്ന് സാക്ഷ്യം വഹിച്ചാലും. അപ്പൊ നമ്മള് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ സഹായികൾ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി എന്നാണ് നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞത്. അതെ, അൽഹംദുലില്ലാ, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഇനി അവര് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കുക എല്ലാവരും, അവര് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ നാഥ, റബ്ബി, എന്റെ നാഥ, റബ്ബനാ, ഞങ്ങളുടെ നാഥ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കല്ല, അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റു പറയാണ്. അള്ളാഹ്ക്ക് അറിയാലോ ആരൊക്കെ വിശ്വസിച്ചത് ആരൊക്കെ വിശ്വസിക്കാത്തത് എന്നൊക്കെ ഇപ്പോ അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ അള്ളാഹു അള്ളാഹുവിന്റെ മുമ്പിൽ ഇവര് പ്രാർത്ഥനയിൽ ഏറ്റു പറയാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ നാഥ, ബിമാ അൻസൽത, നീ ഇറക്കി തന്നതിൽ, അതായത് അള്ളാഹുവിന്റെ കിതാബിൽ വിശ്വസിച്ചിരിക്കും. പിന്നെയോ വത്തബഅന, ഞങ്ങൾ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. റസൂൽ, റസൂലിനെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. ഫക്തുബന, അതുകൊണ്ട് രേഖപ്പെടുത്തണേ. മഅശ്ശാഹിദീൻ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി അങ്ങ് രേഖപ്പെടുത്തിയേക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.
ഇവര് ഹവാരികളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹായികൾ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് സാക്ഷ്യം വഹിക്കണമെന്ന് പറഞ്ഞു. അവര് വിശ്വാസികളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അള്ളാഹിനോട് പറയാണ്, എന്ത്, നീ ഞങ്ങളെ ഷാഹിദീങ്ങളിൽ പെടുത്തണേ. അപ്പൊ എന്ന് പറഞ്ഞാൽ മുഅ്മിനായതിന് ശേഷവും അൻസ്വാറുള്ള എന്ന് പറയുമ്പോ അള്ളാഹു സ്വയം ഏറ്റെടുത്ത സൃഷ്ടികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം അല്ലെ നിർവഹിക്കാൻ മുന്നോട്ട് വന്നത് വഴി അള്ളാഹുവിന്റെ സഹായികൾ എന്ന് പറയുന്ന, സഹായ ആവശ്യമില്ലാത്ത അള്ളാഹുവിന്റെ സഹായികൾ എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാനം നൽകി വിശേഷിപ്പിക്കപ്പെട്ട ആൾക്കാര് അവർ അള്ളാഹിനോട് പറയാണ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ ഷാഹിദീങ്ങളിൽ പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ ഷാഹിദാവുക എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ മേലെയുള്ള ഒരു വലിയ പദവിയാണ്. ഇനിയും അവരാഗ്രഹിക്കുന്ന, എത്തിപ്പെടണമെന്ന് കൊതിക്കുന്ന ഒരു പദവിയാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ നബിനെ വിളിച്ചിട്ട് പറയാണ്, അല്ലയോ നബിയെ, അങ്ങ് ഷാഹിദാണ് എന്ന് പറയാണ്. അങ്ങ് സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്, മുന്നറിയിപ്പ് നൽകുന്നവനാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. ജാതി മതത്തിലേക്കൊന്നല്ല റസൂൽ ക്ഷണിച്ചത്. റസൂൽ ഒരു മതത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലല്ലോ, ഒരു സമുദായത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. വദാഇയൻ ഇലല്ലാഹ്, ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവന്റെ ഇല്ലാത്തവന്റെ ഒക്കെ പടച്ചവനാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പൊ ആ അള്ളാഹുവിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചിട്ടുള്ളത്. അങ്ങനെ ക്ഷണിക്കുന്നവനാണെന്നൊക്കെ പറയുന്നതിന് മുന്നോടി ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സാക്ഷിയാണ് എന്നാണ്. ഷാഹിദാവുക. ഇതേ കാര്യം നബിമാരോട് ഒക്കെ അള്ളാഹു പറഞ്ഞു. നബിമാരോട് മാത്രമല്ല പറഞ്ഞത്, നബിമാരെ പറഞ്ഞേക്കുന്ന പണി അവസാനിപ്പിച്ചിട്ട് മുഅ്മിനീങ്ങളോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായ പോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായ പോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. ഇതിനാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേര് തന്നത്, ഇതിനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. സൂറ ഹജ്ജിന്റെ അവസാനത്തെ ആയത്ത്. നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേര് തന്നത് നിങ്ങൾ മറ്റോലെക്കാട്ടിലും മുന്തിയ ആൾക്കാരാണെന്ന് ആരുടെയും മുന്നിൽ മേനി നടിക്കാനൊന്നുമല്ല. നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തത് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ഡമ്പ് പറയാനല്ല. എങ്ങനെയാണോ ദൈവദൂതൻ റസൂലുള്ളാഹ് നിങ്ങൾക്ക് സാക്ഷിയായത്, അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ് എന്നർത്ഥം. അപ്പോൾ മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ ആഗ്രഹം, പ്രാർത്ഥന ഇവിടെ പറയാണ്, ഞങ്ങളെ സാക്ഷികളിൽ പെടുത്തണേ എന്ന് പറയാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരാളുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ കണ്ട പോലെ ആവണം. എന്തൊരു സുഖ പറയാൻ, പ്രത്യേകിച്ച് മൈക്കൊക്കെ ഉള്ളപ്പോ കുറച്ച് ഒച്ചത്ത് പറയാൻ പറ്റും. അതായത് ഒരാള് നമ്മളെ കണ്ടാല് ഇസ്ലാമിനെ സാക്ഷ്യം വഹിക്കും. കണ്ടാലെന്ന് പറഞ്ഞാൽ നമ്മളെ വസ്ത്രം കണ്ടാലെന്നല്ല, നമ്മളെ ജീവിതം കണ്ടാല്, നമ്മളെ ലൈഫാണ്. വസ്ത്രം കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലൊക്കെ നല്ല കോട്ടും ഒക്കെ ഇട്ടിട്ടുള്ള പ്രതിമകൾ ഉണ്ടാവും. എന്ത് രസാണ് വസ്ത്രം.
നമ്മൾ അത് കണ്ടിട്ടാണ്. എൻ്റെ ഒരു ചങ്ങായി ഉണ്ട്, മൂപ്പര് ഏത് പീടിയെ പോയാലും ആ തുണിയെ വാങ്ങുള്ളൂ. ഏത് തുണി? ആ ഡിസ്പ്ലേക്ക് വെച്ച്. അതിന് മൂപ്പര് ന്യായം എന്താ വെച്ചാൽ എല്ലാം നല്ല നോക്കിയിട്ടാണല്ലോ ഒരു ഡിസ്പ്ലേക്ക് വെക്കുകയാണ്. അപ്പൊ ഇനി വേറെ പോയി അലമാരിന്നും തരാൻ നിൽക്കൂല. ഒരു ഇത് എടുത്തോ അത് എടുക്കും. അപ്പൊ എന്തൊരു ഭംഗിയാണ്, എന്ത് രസമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ? പക്ഷെ അതിന് റൂഹില്ല, ജീവനില്ല, ഒന്നുമില്ല. അതിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ പോയി തോണ്ടി കളിക്കാം, ഒരു കഥയില്ല. അപ്പൊ ഡ്രസ് കൊണ്ടല്ല ഒരു സംഗതി. അതേ സമയത്ത് ഡ്രസ്സിലും ചിലതുണ്ട്. ഒരുത്തരം തുണി കുപ്പായം കോലം കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അല്ലേ? അത് അവന്റെ സ്വാതന്ത്ര്യം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അത് അതിന്റെ അത്രത്തോളം ശരിയാണ്. അപ്പൊ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇപ്പോ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കൊടുങ്ങല്ലൂര് വന്നിറങ്ങിയ മാലിക് ദിനാറും കൂട്ടരും അറബിയാണല്ലോ അവര് പറയാ. അവർക്ക് മലയാളം അറിയില്ല. ഇനി മലയാളം തന്നെ അന്ന് രൂപപ്പെട്ടിട്ടും ഇല്ല കേട്ടോ. മലയാളം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഈ ഊഹ് എന്ന് പറയുന്ന ആ സാധനല്ലേ, ആ സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് പല ജാതി തമിഴും തെലുങ്കും എല്ലാം കൂടി ചേർന്ന ഒരു സംഗതിയാണ് മലയാളം എന്ന്. പിന്നീട് പേര് പറഞ്ഞ ചില വാക്കുകളൊക്കെ അതും ഉണ്ടാവും. എല്ലാം കൂടിയുള്ള ഒരു സങ്കര സംഭവമായിരിക്കും അന്നുണ്ടാവുക. കേരളം ഉണ്ടായിട്ടില്ലല്ലോ. കേരളം പിന്നെ രൂപപ്പെട്ടല്ലേ. അപ്പോ അന്നത്തെ ഒരു ഭാഷ, ആ നാട്ടിലെ ഒരു ഭാഷ. മലയാള മനോരമ 100 വർഷം മുമ്പ് കണ്ടിട്ട് പ്രസിദ്ധീകരിക്കലില്ലേ? അത് തന്നെ നമുക്ക് തിരിയണില്ല. 100 കൊല്ലം മുമ്പുള്ള തന്നെ നമുക്ക് വായിച്ചു നോക്കിയാൽ അതൊന്നും മനസ്സിലാവൂല. അപ്പൊ എന്താണ്, ഇത്രയും കാലം മുന്നേ എന്തോ ഒരു ഭാഷ. പക്ഷെ ഇവർക്ക് അതൊന്നും അറിഞ്ഞൂടട്ടോ. ഇവരുടെ ഭാഷ അറിയുള്ളൂ. പക്ഷെ ആദ്യം തന്നെ ഇവർ വന്നിട്ട് ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയല്ല ചെയ്ത്, ഓലിട്ട് ചേർന്നിട്ടുമില്ല, അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. പക്ഷെ അവരെ ജീവിതം കണ്ടപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. അവർക്കറിയുന്ന ഒരു ഭാഷയിലാണ് ഖുത്ബൊക്കെ നടത്തിയത്. അതുകൊണ്ടാണ് അന്ന് വല്ല അറബിയിൽ ഖുത്ബ ഓതിയത്. നമുക്ക് ആ ഭാഷ അറിയില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മൾ അത് കണ്ടിട്ട് മലയാളം തന്നെ അറിഞ്ഞുകൂടാത്ത നമ്മൾ അറബിയിൽ പറഞ്ഞാൽ മതി നമ്മളോടൊന്നും പറയാണ്. അറിയില്ല, അറബി അറിയില്ല. അപ്പോ ആ കാലത്ത് ഭാഷ പോലും അറിയാത്ത കൂട്ടരെങ്ങനെയാണ് ഈ സന്ദേശം ആളുകളിൽ എത്തിച്ചത്? അതിനാണ് സാക്ഷ്യം എന്ന് പറയാൻ. ജീവിത സാക്ഷ്യം വലിയൊരു സംഗതിയല്ലേ? ജീവിത സാക്ഷ്യം എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അപ്പോ കഴിഞ്ഞ ദിവസം ഞാന് ഒരാളെ കാണാൻ പോയി. അയാള് വീട്ടിൽ വിശ്രമത്തിലാണ്. വളരെ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. പക്ഷെ അയാളിപ്പോ രംഗത്തൊന്നുമില്ല, വീട്ടിലിങ്ങനെ കഴിയാണ്. അപ്പൊ ഞാന് വഴി ചോദിച്ചറിഞ്ഞിങ്ങനെ പോവാണ്. അപ്പൊ അങ്ങനെ പോയി പിന്നെ നമ്മുടെ കണ്ണമ്പറമ്പ് ശ്മശാനത്തിന്റെ അപ്പുറത്ത് നൈനാം വളപ്പിന്റെ ആ ഭാഗത്താണ്. അവിടെയൊക്കെയുള്ള വഴിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ ഇവിടെ അപ്പോ വഴി ചോദിച്ചപ്പോ അവിടുന്ന് ഒരു നല്ലൊരു മനുഷ്യൻ, അയാൾ പറയാണ് ഞാൻ കാണിച്ചു തരാം. സാധാരണ നമുക്ക് എന്നെ ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ മൂപ്പര് നമ്മളെ വണ്ടിമ്മ കയറിയിട്ട് വരിക. ഭയങ്കര രസികനായ ഒരാളാണ്. അപ്പൊ അയാൾ വീട്ടിൽ എന്നെ എത്തിച്ചു. പിന്നെ നമുക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. അപ്പൊ അതിനിടയ്ക്ക് അയാൾ പറയാണ് ഞാൻ മൂപ്പരെ സംഘടനയിൽപ്പെട്ട ആളല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല, നിങ്ങൾ സംഘടനയും വഴിയായിട്ട് ബന്ധമല്ലല്ലോ. പക്ഷെ അത് പറഞ്ഞ എന്തിനാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ദുനിയാവിനെ സംബന്ധിച്ചില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പരലോകത്ത് വിജയിക്കാൻ പ്രാർത്ഥിക്കണം എന്ന്. അപ്പൊ ഈ മനുഷ്യൻ, അതായത് വഴികാട്ടിയായി വന്ന ആള് പറഞ്ഞു നിങ്ങൾ എന്തിനാ ബേജാറാണ്, നിങ്ങൾ ഇങ്ങനെ നിന്നോടുത്താൽ മതി, നിങ്ങൾ ഇങ്ങനെ മലക്കുകൾ കൊണ്ടുപോയി സ്വർഗത്തിലായിക്കോളും. അപ്പൊ മറ്റേ പറഞ്ഞു അല്ല അങ്ങനല്ല, നമ്മള് ചെയ്തതൊക്കെ അള്ളാഹ് കബൂലാക്കണ്ടേ. അപ്പൊ ഇയാള് പറയാണ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ നിങ്ങളെ കാണുന്നുണ്ട്, ഇന്നേ വരെ നിങ്ങളൊരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നതായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല.
മനസ്സിലായോ? നിങ്ങളെ ഒരു വാക്കുകൊണ്ട്, ഒരു എന്നുള്ളൊരു വാക്കുകൊണ്ട് പോലും ഒരാളെ നിങ്ങള് പ്രയാസപ്പെടുത്തിയിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള നിങ്ങളെന്തോ അല്ല പ്രയാസപ്പെടുത്തുന്നു. നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കോളും. ഞാൻ വിചാരിക്കുകയാണ്, ആ നാട്ടിലുള്ളൊരു മനുഷ്യൻ, അയാളുടെ ഒരു സാക്ഷി പറയലാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് 52-53 വയസ്സ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇദ്ദേഹം പറയാണ്, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളൊരാളെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. അത് എത്ര വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ്. അയാളെ തെറ്റിദ്ധരിച്ചിട്ടും കൂടി ഇല്ലല്ലോ. അല്ല, അങ്ങനെ ചെയ്യാലോ. ഇനിയിപ്പോ അദ്ദേഹം നല്ലത് വിചാരിച്ച് ചെയ്തൊരു കാര്യം ഇയാൾ തെറ്റിദ്ധരിച്ചാലും മതിയല്ലോ. ആ തെറ്റിദ്ധരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എത്രയോ അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ അയാളെ സംഘടന അല്ലാതെ ഇയാള് പറഞ്ഞതിന്റെ ഒരു പൊരുള്. കാരണം ഇനി സംഘടനാ പക്ഷപാതിത്വം കൊണ്ട് ഒരാളെ മുന്തിയതാക്കി പറയല്ല. ഞാൻ വേറെ ലൈനാണ്, മൂപ്പര് വേറെ ലൈനാണ്. പക്ഷെ എന്നാലും ഇദ്ദേഹത്തിന്റെ നന്മ പറയാൻ, ആ പറയാനുള്ള ആമുഖാണ് വണ്ടിമന്ന് മൂപ്പര് ഇത് പറഞ്ഞത്. അപ്പോഴെനിക്ക് മനസ്സിലായില്ല. അപ്പൊ നന്മ പറയാൻ കഴിയാ. അപ്പൊ ഇത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സ്വഹാബിമാരെ കുറിച്ച് പറയാറുണ്ട്, മഹത്തുക്കളായ മുൻഗാമികളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അതൊക്കെ പണ്ട് കഴിഞ്ഞു പോയ ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെ. ഇന്നിപ്പോ ആരാന്നല്ലേ ഉള്ളത്? എല്ലാരും കണക്കാ. ഇങ്ങനെ പറയൂലേ? അങ്ങനല്ല, എല്ലാരും കണക്കല്ല, നല്ലവരുണ്ട്. അല്ലെങ്കിലും ഈ ദുനിയാവ് ഇങ്ങനെയൊക്കെ നിലനിന്ന് പോണത് അല്ലേ നാൽക്കാലികളെ കൊണ്ടും പിന്നെ ഈ ജാതി നല്ല മനുഷ്യന്മാരെ കൊണ്ടും അല്ലേ. ഒരു അബദ്ധം സംഗതികളൊന്നും വരാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ തിന്മകളോട് രാജിയാവണം, മിണ്ടാതെക്കണം എന്നൊന്നുമല്ല. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, തിന്മക്കെതിരെ പറയണം, നന്മക്ക് വേണ്ടി സംസാരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ തുടങ്ങിയതോടുകൂടി ഒരു വിഭാഗത്തിന്റെ ശത്രുവായിട്ടുണ്ട്. എല്ലാ നബിമാരും ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈസാ നബിനെ പോലെ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ നിങ്ങൾ. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ നല്ലവർക്ക് നല്ലത് പറയാൻ കഴിയണം. ചീത്ത ആളുകൾ നമ്മളെ പറ്റി ചീത്ത പറയും, പറഞ്ഞോട്ടെ വെച്ചാൽ മതി, അതിന് നിങ്ങൾ രാജിയാവേണ്ടതില്ല. പക്ഷെ നല്ല ആളുകൾക്ക് നല്ലത് പറയാൻ കഴിയണം. ഇപ്പൊ ജീവിതത്തെ വെള്ളത്തിന്റെ അടിയിൽ നിങ്ങൾ അതിനെന്താ പറയാ? ബയോളജി ഇത് പഠിച്ചാലും കണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ നാമൊക്കെ അറിയായിരിക്കും. വെള്ളത്തണ്ട് മനസ്സിലായോ? സ്ലേറ്റ് വായിക്കണേ. ഇപ്പോൾ അടുത്ത കാലത്ത് ആരും കണ്ടീനോ? അത് കാണലുണ്ടോ? ഉണ്ടോ? നല്ലേ. ഞാൻ അങ്ങനെ കാണല്ല, വണ്ടിമന്ന് ഇറങ്ങാത്തോണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ ഈ സാധനം എടുത്തിട്ട് നമ്മൾ പണ്ട് ചെയ്യണ ഒരു പരിപാടി ഉണ്ടായിരുന്നു, മഷിക്കുപ്പിയിൽ ഇട്ട് വെക്ക്. അപ്പൊ കുറച്ച് കഴിയുമ്പോ എന്താവും? ഏത് കളറിലാണോ ഇട്ടത് ആ കളറ് ആയി. ഈ വെള്ളത്തണ്ട് ഈ മഷിക്കുപ്പിയിൽ ഇട്ടാല് കുറച്ച് തണ്ട് ഇങ്ങനെ പച്ച നിറോ, കുറച്ച് നീലാറോ, കുറച്ച് കറുപ്പ്, ഇങ്ങനെ ആവൂല. ഏത് മഷിയിലാട്ട് അത് ഫുള്ളുണ്ടാവും അല്ലേ? അപ്പോ ഷാഹിദാവൽ അങ്ങനെയാണ്. നമ്മൾ എവിടെ മുറിച്ചു നോക്കിയാലും അവിടെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളണം എന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളണം. ചില ആൾക്കാർ ചോദിക്കലുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇതല്ലേ? അത് ചോദിക്കണേന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഇതെന്താന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അകത്ത് ഉണ്ട് നമ്മുടെ നാടിന്റെ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം മനുഷ്യന്മാര് തുല്യരാണെന്ന്. ഇലാഹ അല്ലാഹ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആരും മുമ്പിലും തലമുമ്പിടരുതെന്നാണ്. നിങ്ങൾ ആരും മുമ്പിലും തലമുമ്പിടരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും തുല്യരാണെന്നാണ്. അതിനേക്കാൾ വലിയൊരു സമത്വ സന്ദേശം ഒന്നും എവിടെയും ഇല്ല. ചിലർ ചിലരെക്കാൾ പ്രധാനം അല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലേ? ഇത് ബംഗ്ലാദേശി എന്ന് ചോദിച്ചില്ലേ? ആ പറയുന്നതിന് മുമ്പ് തല്ല് കിട്ടി. ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഉള്ള വാർത്ത കണ്ടു നോക്കുമ്പോ നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല്, ആ വാർത്ത കാണുമ്പോൾ തോന്നണം എന്താന്ന് വെച്ചാല് ബംഗ്ലാദേശ് ആണെ കൊല്ലാന്നാണ്. ബംഗ്ലാദേശാന്ന് വിചാരിച്ച് ഇന്ത്യക്കാരനെ കൊന്നു എന്നാണ്. അപ്പൊ ഇന്ത്യക്കാരനെ കൊന്നുകൊണ്ടാ പ്രശ്നം. അയാൾ ഇനി ബംഗ്ലാദേശ് ആണെങ്കിൽ തന്നെ കൊല്ലാൻ പറ്റുമെന്നുള്ള ആരും ചോദിക്കണില്ല.
ആ അതെ, അതന്നെ. ഇനി നൊയഞ്ഞാറ്റുകാരനെ തച്ചല്ലല്ല, ഇനി ഒരുത്തൻ നൊയഞ്ഞ് കയറി വിചാരിക്കുക, ഒരുത്തൻ നമ്മളെ ശത്രു രാജ്യത്ത് നിന്ന് നൊയഞ്ഞ് കയറി. അങ്ങനെയാണെങ്കിൽ ഒരു പൗരബോധമുള്ള ആളെന്താ ചെയ്യേണ്ടത്? അയാളെ പിടിച്ച് നിയമത്തിനെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ വേണ്ടേ? നമ്മളാരാണ് തച്ചുവല്ലേ അല്ലേ? ഒരാൾ പോക്കറ്റ് അടിച്ചു എന്ന് വിചാരിക്കുക, പോക്കറ്റ് അടിക്കാരനെ ഇരുത്തി കൈകാര്യം ചെയ്യാൻ നമ്മളാരാണ്? അപ്പൊ നമ്മളുടെ നിയമവ്യവസ്ഥയെ തന്നെ അംഗീകരിക്കുന്നില്ല. അത് യഥാർത്ഥ പൗരബോധമല്ല. പൗരന്മാർ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെയുള്ള ഒരു നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമവ്യവസ്ഥക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അല്ല ഓരോരുത്തർ പോലെ നിയമം നടപ്പിലാക്കിയാൽ പിന്നെ വല്ല കഥയുണ്ടോ അവിടെ? അപ്പൊ ഇനി ഇവര് ശരിക്കുള്ള ഒരു ബംഗ്ലാദേശി ആണെന്ന് വിചാരിക്കുക, ഇങ്ങനൊക്കെ അവിടെ വന്ന് ഓൻ അടിച്ചു കൊല്ലല. അപ്പോ ആളുകളെ പിന്നെ എന്നിട്ടോ തെറ്റിദ്ധരിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? രാം നാരായൺ ഭയ്യാന്നോ അങ്ങനെ എന്തോ ആണ്. ബാബുരാജ് ഭഗവതി എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹം പിന്നെ മനുഷ്യനല്ല, മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഇന്ത്യക്കാരനല്ല, ബംഗ്ലാദേശിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഇന്ത്യക്കാരൻ. ഇങ്ങനെ ഒരു കാവ്യ ഭാഷയില് ബാബുരാജ് ഭഗവതി പറയും. എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാള് തെറ്റിദ്ധരിക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ആരും വലിയ ധൈര്യത്തിലൊന്നും നടക്കണ്ട, തെറ്റിദ്ധാരണ എപ്പോ വരാലോ. അങ്ങനെ ഞാൻ പറയണത്, ചില ആളുകൾ വിചാരിക്കണം ഞങ്ങൾ വളരെ സേഫാണ്, ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോ അഥവാ കൊല്ലപ്പെടാണ് ഇവരല്ലേ ഈ മാറിപ്പോയ എന്താ കാറ്റുന്നത്. ആ ഉണ്ടായിരുന്നു കൊട്ടേഷൻ. ആ ഓർമ്മ ഉണ്ട് എനിക്ക് ആ വാർത്ത. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, പടച്ചമ്പുരാനെ ആ ജാതിയിൽ നിന്നെ രക്ഷപ്പെടുത്തണേന്ന്. ഇനി അഥവാ ആരും കൊല്ലാണ് ഞാനാന്ന് വിചാരിച്ചു കൊന്നു, അതിനൊരു അന്തസ്സുണ്ടല്ലോ. അങ്ങനല്ലേ നമ്മളിപ്പോ അതെ, ഒരു അന്തസ്സായ ഒരു അതായത് ഒരു നന്മക്ക് വേണ്ടി പണിയെടുക്കുമ്പോ കൊല്ലപ്പെടുക എന്നുള്ളത് രക്തസാക്ഷിത്വമാണ്. അതൊരു അന്തസ്സുള്ള സംഗതിയാണ്, അതിലൊരു യാതൊരു കുറവും മടിയില്ല. പക്ഷെ വേറെ ഏതോ ഒരുത്തനാണെന്ന് വിചാരിച്ചിട്ട് കൊന്നിട്ട് പിറ്റേത് അയ്യടാന്ന് പറഞ്ഞാലുണ്ടാകുന്ന ഒരു മാറിപ്പോയതാ സോറി അറിയാൻ പറ്റും. അല്ല മാറാമല്ലോ, മാറിയ കഥ പറയാൻ പോവാണ് ഇവിടെ. അപ്പോ ആളുകൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. ഒരു നാട്ടിൽ ധ്രുവീകരണം ഉണ്ടായാൽ, കലാപമുണ്ടായാൽ, അരക്ഷിതത്വം അരാജകത്വം ഉണ്ടായാൽ ഒരു കൂട്ടർ മാത്രം രക്ഷപ്പെടൂല. കാരണം എന്താണ്? പിന്നെ മൊത്തം നിയമലംഘനായിരിക്കും, മൊത്തം അരാജകത്തായിരിക്കും, മൊത്തം അരക്ഷിതത്വമായിരിക്കും. ആരെയും എന്തും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോ നമുക്കങ്ങനെ അലുവ മുറിക്കണ കൃത്യമായിട്ട് ഇങ്ങനെ മുറിച്ചു വെക്കാനൊന്നും കഴിയൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ സ്വൈര്യവും സമാധാനവും നിലനിർത്താൻ ആവശ്യമായത് ചെയ്യാനുള്ള ബാധ്യത എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും അത് ഏറ്റെടുക്കണം. തിരിച്ചു വരിക. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ ഇസ്ലാമിനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ ഏറ്റവും വലിയൊരു പരിമിതി നമ്മൾ ഈ മാപ്പിള സമുദായം എന്നാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ കാണുന്നത്. നമ്മൾ അള്ളാഹ് എന്ന് പറയുമ്പോൾ കാണുന്നത് മാപ്പിളാർ ഒരു പടച്ചോനെന്നാണ്. അതുകൊണ്ട് ഉണ്ടാവുന്ന കുറെ പരിമിതി നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ പടച്ചോനാണ്. യഥാർത്ഥമായ പടച്ചോൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ നാനാജാതി മതസ്ഥരെയും പഠിച്ച പടച്ചോനാണ്. നമ്മളെല്ലാരോടാണ് പറയുന്നത്, നിങ്ങൾ ആരും ആരുടെയും കീഴിൽ നിൽക്കരുത്, നിങ്ങൾ ആരും ആരുടെ അടിമയാവരുത്, ആരുടെ മുമ്പിൽ തല ഉനിക്കരുത്. സാക്ഷാൽ അള്ളാഹിന്റെ മുമ്പിലായിരിക്കും എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പഠിച്ചവന്റെ മുമ്പിലായിരിക്കും. മുസ്ലിങ്ങള് അള്ളാഹ്നല്ല. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയണതെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ജീവിതം സാക്ഷ്യം വഹിക്കേണ്ടത് എന്തിനാന്ന് ചോദിച്ചാൽ, മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണുന്ന, ജാതീയതയില്ലാത്ത, പക്ഷപാതിത്വമില്ലാത്ത, ആരും ആരേക്കാളും മുന്തിയവരോ താഴ്ന്നവരോ ഒന്നും ആവാത്ത, എല്ലാവർക്കും അവകാശങ്ങൾ ലഭിക്കുന്ന ആ ഒരു സമത്വത്തിന്റെ
ലോകം ഉണ്ടാക്കാനായിരിക്കണം. ഹവാരികളായ ആളുകൾ അള്ളാഹുവിന്റെ സഹായം, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായിരിക്കുന്നുവെന്നും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പോലും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ ഷാഹിദുകളിൽ പെടുത്തണേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ചോദിച്ചല്ലേ, ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നോ? അപ്പൊ എല്ലാരും പറഞ്ഞു ബല ഷഹിദിന, അതെ ഞങ്ങൾ അതിന് സാക്ഷികളാണ്. അപ്പോൾ നബി എന്ത് പറഞ്ഞു? ഫൽയുബല്ലിഗു ഷാഹിദു മിൻകുമുൽ ഗായിബ, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷാഹിദാവണം. അപ്പൊ ഇനി നബി വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എത്തിച്ചു കൊടുക്കേണ്ട പണി നമ്മക്കാണ്. ആ എത്തിച്ചു കൊടുക്കൽ പക്ഷേ പ്രവർത്തനത്തിന്റെ പിൻബലമില്ലാതെ വാക്കുകൾ കൊണ്ട് എത്തിച്ചു കൊടുത്താൽ അതിന് സ്വീകാര്യത ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളെ പ്രശ്നം അതാണ്. പണ്ട് അഹ്ലു കിതാബിന്റെ പ്രശ്നം അതായിരുന്നു. അതഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നല്ലതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ സ്വയം നിങ്ങളെ കുറിച്ച് മറന്നിരിക്കുന്നു. ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ കാണുന്നില്ല. അങ്ങനെ ആവുമ്പോ പിന്നെ അതിങ്ങനെ പറയാൻ തന്നെ ഉള്ളൂ. ആളുകൾ അത് വിശ്വസിക്കാൻ അവർക്ക് ബാധ്യതയില്ല. ഇപ്പൊ നമ്മളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മള് ഈ പറഞ്ഞ പണിയൊന്നും, ഒരാള് തവാഫ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ആ തവാഫ് ചെയ്തിരിക്കുമ്പോ അവിടെ എന്ത് ഷാഹിദ? പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അവിടെ വരുന്നവരൊക്കെ തവാഫ് ചെയ്യുമ്പോൾ വരുന്നവര്, നിസ്കരിക്കാൻ വരുന്നവര്, നമ്മൾ അതിന്റെ ഇടയിൽ ഇരിക്കുമ്പോ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോ എന്ത് നന്മ കൽപ്പിക്കലാണ്? നമ്മൾ നിസ്കരിക്കല്ലേ, നമുക്ക് എന്തോ നന്മ കൽപ്പിക്കേണ്ട പണി അവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ജനങ്ങൾക്കിടയിലാകുമ്പോഴാണ്, അവരോട് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ, അവരുടെ അയൽവാസിയായി ജീവിക്കുമ്പോൾ, അവരുടെ കൂടെ കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെ, അവരുടെ ആഘോഷങ്ങൾ കാണുമ്പോൾ, ഇങ്ങനെ അപ്പോഴാണ് നമ്മൾ ദീനിന്റെ സാക്ഷികളാവേണ്ടത്. ഇപ്പൊ ദീനിന്റെ സാക്ഷികളായി നമ്മൾ പോകുമ്പോ അവിടെ ആളുകൾക്ക് അതിൻ്റെതായ സുഗന്ധം അനുഭവപ്പെടും. നമ്മളൊരു സദസ്സിലേക്ക് കയറി വരുമ്പോ അല്ലാഹ് കുടുങ്ങിയല്ലോ എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഒന്നുകൂടി ഷേപ്പ് ചെയ്യാനുണ്ട് എന്നാണ്. നമ്മുടെ സാന്നിധ്യം ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഇതൊന്നും തിന്മയെ കുറിച്ച് വാദകല്ല കേട്ടോ. കള്ളുടിയന്മാര് ചുറ്റി കളിക്കുന്ന ആൾക്കാര് നമ്മള് വരുമ്പോ ഉഷാറായി ഒന്നും പറയില്ല. അപ്പൊ അതുകൊണ്ട് ഇയാൾക്കെന്തോ തരാണ്ടതല്ല അതിന്റെ അർത്ഥം. തിന്മ കളിക്കുന്ന ആളുകള് നമ്മളെ കാണുമ്പോ നമ്മളെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അത് വേറൊരു കാര്യം. കയ്യില് തട്ടിപ്പുള്ള ആളുകൾ, കുഴൽപ്പണമായിട്ട് പോകുന്ന ഒരാള് ആകെ അസ്വസ്ഥനായിട്ടേക്കും പോവാ, കാരണം ആരോ കാണുമോ പിടിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതേ സമയത്ത് അങ്ങനൊന്നും ഇല്ലാത്ത ആളുകള് പോകുമ്പോ ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഫ്രീ ആയിട്ടായിരിക്കും പോവാ. ലൈസൻസ് ഇല്ലാണ്ട് പോകുമ്പോഴാണല്ലോ പോലീസ് പിടിക്കുക. അപ്പൊ ഇന്നലെ വരെ ലൈസൻസ് ഉണ്ടായിട്ട് ഒറ്റനും കയ്യാട്ടില്ലേനും, ഇന്നിപ്പോ ഇല്ലാണ്ട് വന്ന് നോക്കുമ്പോ കയ്യാട്ടി ചോദിച്ചു എന്ന് ചിലപ്പോ തോന്നും. ഈ ഇല്ലാതെ പോണ ആള് ഉദ്യോഗസ്ഥരെ കാണുമ്പോ എന്താവും, ഓരോ മുഖത്ത് അതിങ്ങനെ വിളിച്ചു പറയും, ഇതാ എൻ്റെ അടുത്ത് തരാറും കിട്ടോ, ദയവായിട്ട് ഇത് തിരിയണവർ വേഗം തിരിയും. അതാണ്, അത് വേഗം തിരിയും. അതേ സമയത്ത് അല്ലാത്തപ്പം വളരെ ഫ്രീ ആയിരിക്കും അയാള്. അപ്പം വണ്ടിയിൽ നിറച്ച് കോൽപ്പണം വെച്ചിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ വണ്ടി കൈയാട്ടുമ്പം തന്നെ അവൻ എന്താവും, നിർത്തണോ വേണ്ടേ പോണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ കാണുന്നവനറിയത് എന്താ അങ്ങനെയാണ്. അപ്പൊ മുഖം വിളിച്ചു പറയും. ഇതുപോലെ നമ്മളുടെ മുഖം, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം സത്യത്തിന് സാക്ഷ്യം വഹിക്കും വിധമായി തീരുക എന്നത് ബോധപൂർവം നമ്മൾ പണിയെടുത്തും പ്രാർത്ഥിച്ചും ഉണ്ടാക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് അവര് പ്രാർത്ഥിച്ചത്. ഇനി വിഷയം മുന്നോട്ട് പോവാണ്. വമക്കറു, അവർ കുതന്ത്രം കാട്ടി. ആര്? യഹൂദികള്. യഹൂദരുടെ ഇടയിലേക്കാണല്ലോ ആര് വന്നത്? ഈസാ അലൈഹിസ്സലാം വന്നത്. ഈസാ അലൈഹിസ്സലാം എപ്പോഴാണ് നിങ്ങൾ എന്നെ സഹായിക്കണം അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞത്? നിഷേധം പ്രകടമായപ്പോഴാണ്. അപ്പൊ അവിടെ സത്യനിഷേധികൾ അവരുടെ നിഷേധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയപ്പോഴാണ് അവര് കുതന്ത്രം കാണിച്ചു. കാരണം ഈസാ നബി ഇങ്ങനെ മുന്നോട്ട് പോയാല് ഞങ്ങളുടെ ഈ തിന്മകൾ നടക്കൂല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ കുതന്ത്രം കാട്ടി.
വമക്കറല്ലാഹ്, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. അപ്പൊ ഇവര് തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു എന്ന് പറയുമ്പോ രണ്ടും ഒരുപോലെ അല്ല. രണ്ടും ഒരുപോലല്ല എന്ന് പറയുന്നത് നമ്മൾ അല്ലായതുകൊണ്ട് നമ്മൾ നന്നാക്കി പറയാന്ന് വിചാരിക്കരുത്. ഇതൊരു ശൈലിയാണ്. അവർ പരിഹസിക്കുന്നു, യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് പരിഹസിക്കുന്നത് എന്ന് പറയും. അപ്പൊ അള്ളാഹ് അങ്ങനെ പരിഹസിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടല്ല പറയുന്നു. നിങ്ങൾ അള്ളാഹുവിനെ മറക്കരുത്, മറന്നാൽ അള്ളാഹ് നിങ്ങളെയും മറക്കും എന്ന് പറയുന്നു. അള്ളാഹ്ക്ക് മറവിയുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിതെല്ലാം അള്ളാഹുവിനോട് ചേർത്തു പറയുമ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതന്നെയാണ് പറഞ്ഞത്. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അല്ല അള്ളാഹിനെ സഹായിക്കുക എന്ന് പറയുന്നത്. ആ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോ അതിനൊക്കെ എന്തുണ്ടാവും? വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് വേറെ തന്നെ ഒരു ഭാഷയാണ്. നമ്മളെ മലയാളത്തിലുണ്ട് അങ്ങനെ. ഇപ്പോ നാം എന്ന് ഞാൻ പറഞ്ഞു കാണെങ്കിൽ നിങ്ങൾ ഇവിടെ വേറെ ആരുണ്ടോ നോക്കൂ. കാരണം നാം എന്ന് ഒരു സാധാരണക്കാരൻ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കുറെ ആളുണ്ട് എന്നാണ്. പക്ഷെ അതേ സമയത്ത് ഒരു രാജഭാഷയാണ് നാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ആളുണ്ടോ ചോദിക്കൂലോ. അപ്പോ പറയുന്ന ആൾക്കനുസരിച്ചും ആരെ വെച്ചു പറയുന്നു എന്നതിനനുസരിച്ചും കാര്യങ്ങൾ വ്യത്യാസപ്പെടും. ആ വ്യത്യാസത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. വീട്ടിലാരാ ഉള്ളത്? വീട്ടില് കുറെ പെണ്ണുങ്ങളുണ്ട് എന്നൊരാൾ പറഞ്ഞാലുള്ളൊരു അർത്ഥമല്ല വീട്ടിൽ എന്റെ പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ പറയണല്ലേ, ആരാ ബേക്കില്, വണ്ടിന്റെ ബേക്കിൽ ആരാ? എന്റെ പെണ്ണുങ്ങളാണ്. എന്നിട്ട് ഒരാളല്ലേ കാണുന്നുള്ളൂ എന്നാരോ ചോദിക്കൂ? ഒരാളെ കാണുന്നുള്ളല്ലോ, വേറെ അൺവിസിബിൾ ആണോ? എന്താണ്? അങ്ങനെ ചോദിക്കൂല. ബൈക്കിന്റെ മുകളിലാണ് രണ്ടാളേ ഉള്ളൂ, ബേക്കിൽ ഇരിക്കണ ആരാ? എന്റെ പെണ്ണുങ്ങളാന്നാ പറയാ. എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അതേ സമയത്ത് ഭാര്യ അല്ലാത്ത ആരോ ഉണ്ട് വണ്ടിയിൽ, അപ്പോഴാണ് അപ്പൊ പെണ്ണുങ്ങള് എന്ന് പറയില്ല. അത് ആരോട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനനുസരിച്ചാണ് ഭാഷയെ മനസ്സിലാക്കേണ്ടത്. ക്ലാസ്സിൽ അധ്യാപകൻ വന്നിട്ട് പട്ടിക എടുത്തോണ്ട് വരി എന്ന് പറഞ്ഞാല് കുട്ടി പോയിട്ട് എടുത്തോണ്ട് വരേണ്ട പട്ടിക ഏതാണ്? ആചാര പട്ടികയാണ്. ആശാരി വന്നിട്ട് പിന്നെ പറയാണ് ഒരു പട്ടിക വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തു കൊടുക്കുക? ആചാര പട്ടിക എടുത്തു കൊടുക്കുക? അല്ല, ആശാരിക്കുള്ള പട്ടിക വേറെയാണ്. രണ്ടും പട്ടിക തന്നെയാണ്. ക ഒഴിവാക്കിയ അതിന് വേറെ അർത്ഥമാണ്. അപ്പൊ ഇങ്ങനെ ആര് പറയുന്നു, ആരോട് പറയുന്നു എന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറും. അപ്പൊ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഈ ജൂതന്മാരായ ഇവര് ഈസാ നബിക്കെതിരെ പ്രയോഗിച്ച കുതന്ത്രം പോലെയുള്ള ഒന്നല്ല അത്. അങ്ങനെയല്ല. അപ്പൊ രണ്ടൊന്നും വ്യത്യാസമാണ്. പക്ഷെ അങ്ങനെയാണ് പറയാ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും നല്ല ഖുർആനികമായ ഉദാഹരണം. നിങ്ങൾ അള്ളാഹിനെ മറക്കരുത്, മറന്നാൽ അള്ളാഹു എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളെ മറക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മറവി ഉണ്ടായിട്ടല്ല, അങ്ങനെയാണ് അത് പറയാം. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, ഏറ്റവും നല്ല തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മികച്ചവൻ അള്ളാഹു. ഇനി നോക്കാം എന്താ സംഭവം. ഇത് ഖാലല്ലാഹു യാ ഈസ, അള്ളാഹു പറഞ്ഞ സന്ദർഭം അല്ലയോ ഈസാ, ഇന്നി മുതവഫീക, നിശ്ചയമായും ഞാൻ താങ്കളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവനാണ്. വറാഫിഉക, നിന്നെ ഉയർത്തുന്നവനാണ്. ഇലയ്യ, എന്നിലേക്ക്. വമുതഹ്ഹിറുക, നിന്നെ ശുദ്ധീകരിക്കുന്നവനാണ്. മിനല്ലദീന കഫറൂ, നിഷേധികളിൽ നിന്ന്. വജാഇലുല്ലദീന തബഊക, നിന്നെ പിൻപറ്റിയവരെ ആക്കുന്നവനാണ്. ഫൗക, മേലെ. അല്ലദീന കഫറൂ, നിഷേധികളുടെ മേലെ. ഇലാ യൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ. സുമ്മ, പിന്നെ. ഇലയ്യ, എന്നിലേക്കാണ്. മർജിഉക്കും, നിങ്ങളുടെ മടക്കം. ഫഅഹ്കും, അപ്പോൾ ഞാൻ വിധി കൽപ്പിക്കും. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. ഫീമാ കുൻതും, നിങ്ങൾ ആയിരുന്ന ഒന്നിൽ. ഫീഹി, അതിൽ. യഖ്തലിഫൂൻ, നിങ്ങൾ എന്താണ്? ഭിന്നിക്കുന്നവരായിരുന്നു. അപ്പൊ ഇവര് തന്ത്രം പ്രയോഗിച്ചത് എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈസാ നബിയെ
കൊല്ലാൻ തീരുമാനിച്ചു. ഈസാ നബിനെ കൊല്ലാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ സാധാരണ യേശു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണ് നമുക്ക് തോന്നുക, അല്ലെ? പക്ഷെ ബൈബിളിൽ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ പൗരോഹിത്യത്തെയൊക്കെ എതിർത്ത് നമുക്ക് കാണാൻ പറ്റും. വളരെ ശക്തമായ ഭാഷ. പുരോഹിതന്മാരെ കുറിച്ച് ബൈബിളിലുള്ള ഒരു പ്രയോഗം എന്താന്ന് വെച്ചാൽ മാലിന്യ ടാങ്കിനെ വെള്ള പൂശിയതുപോലെ. സെപ്റ്റിക് ടാങ്കിന്റെ മുകളിൽ വൈറ്റ് വാഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? പുറമെ കാണുമ്പോൾ നല്ല വെള്ള നിറൊക്കെയാണ്, പക്ഷെ ഉള്ളിൽ മാലിന്യമാണ്. ഇതിനേക്കാൾ കടുപ്പത്തിൽ പൗരോഹിത്യത്തിനെതിരെ എന്താ പറയാൻ കഴിയോ? ആ അപ്പൊ അത് ഇഹ്യാ ഉലൂമുദ്ദീൻ എടുത്ത് ഉദ്ധരിക്കുന്നു. അപ്പൊ അതില് എത്ര സ്ട്രോങ് ആണ് നോക്കൂ നിങ്ങൾ. പക്ഷെ ഇവര് തന്നെയാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്? പൗരോഹിത്യത്തിന്റെ എല്ലാ ഉടയാടകളും ഒക്കെ എടുത്ത് സോറി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. അവസാനം ഇവരെന്ത് ചെയ്തു? കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പണി എങ്ങനെയെന്ന് വെച്ചാൽ വളരെ ചതിപ്രയോഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ചതിയിലൂടെയാണ് അവരെന്ത് ചെയ്തത്? പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ, കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. പക്ഷെ അവര് ഈ കുതന്ത്രം പയറ്റിയിട്ട് കുരിശ് തറക്കാനാണ് വിചാരിച്ചത്. കുരിശിൽ തറക്കാന്നൊക്കെ പറയുമ്പോ നമുക്ക് പണ്ടാണെങ്കിൽ തോന്നേനും പിന്നെ അങ്ങനെ ഇപ്പൊ ജീവനോട് കൂടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നില്ലേ? പക്ഷെ നമ്മള് പുതിയ അനുഭവങ്ങൾ നമ്മളെ കാണിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്, ആളുകളെ അടിച്ചടിച്ചടിച്ച് കൊല്ലുന്ന ഒരു കാലത്ത്. അപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ കുരിശിൽ തറച്ച്, ജീവനോടെ കുരിശിൽ തറച്ച് കൊല്ലാനാണ് വിചാരിച്ചത്. പക്ഷെ അള്ളാഹു പറയാണ് മക്കർ അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. തന്ത്രം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കുരിശും വഹിച്ചു പോകുന്നത് വേറെ ആളാണ്. കുരിശും വഹിച്ചു പോകുന്നത് വേറെ ആളാണ്. അവർക്ക് ആളെ മാറിപ്പോയി. അവർക്ക് ആളെ മാറി. ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ശുബ്ബിഹരും വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ, അവര് കൊന്നിട്ടുമില്ല, അവര് ക്രൂശിച്ചിട്ടുമില്ല, അവരെന്താക്കിയതാണ്? സാദൃശ്യം തോന്നി, അവർ കൺഫ്യൂഷൻ ആയി പോയി എന്നാണ് പറയുന്നത്. അവര് കൊന്നിട്ടുമില്ല, അവര് പിന്നെ കുരിശിൽ തറച്ചിട്ടുമില്ല എന്നാണ്. അപ്പൊ അത് അള്ളാഹു അവരോട് കാണിച്ചിട്ടുള്ള എന്താണ്? ഒരു തന്ത്രമായിരുന്നു. അങ്ങനെ ഇവര് വിചാരിച്ചു ഞങ്ങള് വിചാരിച്ച പോലെ തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, തറച്ചു എന്ന് വിചാരിച്ചതാണ്. യഥാർത്ഥത്തില് തറച്ചിട്ടില്ല, കൊന്നിട്ടില്ല. അപ്പൊ അള്ളാഹു താല ഈസാ നബിനോട് പറയാണ് എന്താണ് ചെയ്യാൻ പോണത് എന്ന് പറയാണ്. അതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. എന്താണ് ചെയ്യാൻ പോണത്? മുതവഫീഖ്, നിന്നെ പൂർണ്ണമായി ഞാനിങ്ങ് ഏറ്റെടുക്കുകയാണ്. വറാഫിഖ്, നിന്നെ ഉയർത്തുകയാണ്. ഇലയ്യ, എന്നിലേക്ക്. ഈ സത്യനിഷേധികളുടെ വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും ഈ പരിപാടിയിൽ നിന്നും ഒക്കെ നിന്നെ എന്ത് ചെയ്യാണ്? ശുദ്ധീകരിക്കുകയാണ് എന്ന് പറയാം. അപ്പോ അള്ളാഹു ഈസാ നബി എന്ത് ചെയ്തു? അങ്ങ് ഉയർത്തി. ചില ആൾക്കാർ ചോദിക്കും അതെങ്ങനെ ഉയർത്തുക എന്ന് ചോദിക്കുക. ഈസാ നബി എങ്ങനെ ജനിച്ച്? അതിലും വലിയൊരു സംഗതിയാണോ? അപ്പൊ അങ്ങനെ ഉയർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ എങ്ങനെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ, നമ്മളെങ്ങനെയാ ഓരോ സാധാരണക്കാരനും എങ്ങനെയാ മരിക്കണത്? ഒരാൾ മരിച്ചു, എന്താ സംഭവിക്കുന്നത്? മരിച്ചു പറഞ്ഞാൽ എന്താ സംഭവിക്കണേ?
റൂഹ് പോയി. ബാക്കിയാണ് എന്താ ഉള്ളത്? മൃതദേഹം. നമ്മൾ സാധാരണ ഭൗതികന്മാര് പോലും പറയാറുണ്ട്, പിന്നെ ഇന്ന ആളുടെ ഭൗതിക ശരീരം ഇത്രാം തീയതി മറാടുന്ന. ഇപ്പൊ ശ്രീനിവാസൻ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നാളെ കാലത്ത് 10 മണിക്ക് അടക്കം ചെയ്യും, ഇങ്ങനെയുള്ള പറയാം. അപ്പൊ ഭൗതിക ശരീരം എന്ന് പറഞ്ഞാൽ അപ്പൊ വേറെന്തോ ഒരു സാധനം ഉണ്ട് എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഭൗതിക ശരീരം അഥവാ മയ്യത്ത് അകത്തുനിന്നെടുത്ത് പുറത്തേക്ക് കിടത്തണം എന്ന് വിചാരിക്കുക, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരാളെ മയ്യത്ത് എടുത്തിട്ട് അകത്തുനിന്നെടുത്ത് പുറത്ത് കിടത്തി, അല്ലെ പുറത്തുനിന്നെടുത്ത് അകത്ത് കിടത്തി, ആർക്കും ചെയ്തുകൂടെ? ആർക്കും ചെയ്തുകൂടെ? ചെയ്യാം. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഭൗതിക ശരീരം എടുത്തിട്ട് സ്ഥലം മാറ്റി വെക്കല്. റൂഹോ അതിനെടുത്തിട്ട് വേറെ അങ്ങോട്ട് നമുക്ക് ആർക്കെങ്കിലും കഴിയോ? അള്ളാഹ്ക്ക് മാത്രമേ. ആർക്കും കഴിയാത്ത റൂഹ് എടുത്തു മാറ്റി അള്ളാഹ്ക്ക് എല്ലാവർക്കും കഴിയുന്ന ഈ മയ്യത്ത് എടുത്ത് മാറ്റിക്കൂടാ പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഈസാ നബിനെ ഉയർത്തി എന്ന് പറയുമ്പോ ഈസാ നബിന്റെ റൂഹ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആർക്കും അത്ഭുതമില്ല. ഈസാ നബിന്റെ തടിയും കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോഴാണ് അതെങ്ങനെയാന്ന് ചോദിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. തടി അങ്ങോട്ട് കൂടെ മാറ്റിവെക്കാൻ ആർക്കും കഴിയൂലേ? ആർക്കും കഴിയും. ആർക്കും കഴിയുന്ന ഒരു കാര്യം അള്ളാഹ് ചെയ്തപ്പോ അതിലെന്തോ ഒരു അത്ഭുതം. ആർക്കും കഴിയാത്ത പണിയാണ് റൂഹിനെ മാറ്റുക എന്നുള്ളത്. അപ്പണി എപ്പോഴും എടുക്കുന്ന ആളല്ല, എപ്പോഴും എടുക്കണവനാണ് അള്ളാഹ്. അപ്പൊ റൂഹിനെ കൊണ്ടുപോയ അള്ളാഹ്ക്ക് ഈ തടിയും കൊണ്ടുപോയി എന്ന് പറയുമ്പോ അതിലിപ്പോ എന്താ അത്ര പെരുത്ത്? അതൊരു അവിശ്വസനീയതന്റെ പ്രശ്നമല്ല. കാരണം അള്ളയാണ് അത് എന്ന് മനസ്സിലാക്കിയ പിന്നെ പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഈസാ നബിനെ എന്താക്കി? അങ്ങ് ഉയർത്തി. അത് അള്ളാഹു പറയുന്നു ഞാൻ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഉയർത്തി. അതന്നെ കുൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഫയക്കുൻ, അപ്പോഴതങ്ങാവൂ. അപ്പോ എന്താണ്? അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതങ്ങ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം കുൻ ഫയക്കുൻ പറഞ്ഞതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പോ കഴിഞ്ഞ ദിവസം കുറ്റ്യാടി ചെന്നപ്പോ അവിടുത്തെ ഒരാള് പറയാള്, ഒരാള് പിന്നെ പള്ളിന്റെ മുതല് തട്ടിപ്പെടുത്തി, കൈവശപ്പെടുത്തി. അയാളോട് ഇവര് സംസാരിച്ചു എന്നാണ്. പള്ളിന്റെ മുതലല്ലേ, അങ്ങനെ തൊടാൻ പാടുണ്ടല്ലേ? ഇയാള് പറഞ്ഞാല് പള്ളിൻ്റെതല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ, അള്ളാഹ്ക്ക് കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കുൻ ഉണ്ടാവും. വേറെ ഏതെങ്കിലും ഒരാളുടെ അയാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. ഞാൻ അള്ളാന്റെ മുതലല്ലേ കട്ടിട്ടുള്ളൂ എന്ന് ഇയാള് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം അയാള് പഠിച്ചു വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മനസ്സിലായോ? കുൻ ഫയക്കുൻ അയാൾ പഠിച്ചു വെച്ചു. പക്ഷെ അയാൾ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉപകാരപ്രദമായ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമെന്നാണ്. ഇതേപോലെ ഏതോ ഒരു ഖുറാൻ ക്ലാസ് നയിക്കുമല്ലോ, അയാളും കുൻ ഫയക്കുൻ പഠിച്ച്, എന്നിട്ട് അയാൾക്ക് അത് പ്രയോജനപ്പെട്ടിരുന്നില്ല. കക്കുമ്പോ അള്ളാന്റെ അല്ലേ കട്ടിട്ടുള്ളൂ, അള്ളാഹ്ക്ക് കുൻ എന്ന് പറഞ്ഞാൽ പോലെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, ഞാന് വേറുള്ളവന്റെ കെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അവിടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു അതിന്റെ ഒരു അവസ്ഥ എത്രത്തോളം. അപ്പൊ അങ്ങനെ ആയിപ്പോയത് കേട്ടോ. നമ്മളെ അറിവേ ഉപകാരത്തിനാവണം, അല്ലാണ്ട് ഈ ജാതി നരകം ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങണതിന് വേണ്ടി ആയത് എന്ന് പറയാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹു തടിയോടെ ഈസാ നബീനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തിയിട്ടുണ്ട്. എങ്ങനെ? നമ്മക്ക് അറിഞ്ഞൂടാ, നമ്മക്കെല്ലോ അറിയില്ലല്ലോ. ഈസാ നബിന്റെ അതന്നെ അള്ളാഹു പിന്നെ നബിമാർക്ക് പലതരം മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഈസാ നബിന്റെ ജനനം തന്നെ അങ്ങനെ ആയിരുന്നു, പിതാവില്ലാതെയാണ്. ഈസാ നബിയുടെ തിരിച്ചുപോക്കും അങ്ങനെയാണ് എന്ന് കണ്ടാ മതി. ഈസാ നബി അതുകൊണ്ടാണ് പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തിയത്. ഈസാ നബി അങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിച്ചത്. പക്ഷെ ഈസാ നബി ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എന്ത്, ഞാൻ പടച്ചോനാണ്, പടച്ചോന്റെ മോനാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഇതിനില്ല അള്ളാഹിന്റെ അനുമതി പ്രകാരവും സമ്മതപ്രകാരവും കൽപ്പന പ്രകാരമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും അള്ളാഹുവിലേക്ക് ഉയർത്തി കൊണ്ടുപോയി
എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് ഫഅഹ്കും ബൈനക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കും, നിങ്ങൾ എന്താണോ ഭിന്നിച്ചത് ആ കാര്യത്തിൽ എന്നാണ്. അതെ, അത് ബിബ്ലിക്കൽ ആയിട്ടുള്ളൊരു വായനയാണ്. ആ അത് ബൈബിൾ പറയുന്ന ഒരു രീതിയാണ്. അങ്ങനെ രണ്ടാമത് അതാ, കാരണം അവരുടെ ഒരു വാദം തന്നെ എന്താന്ന് ചോദിച്ചാല്, പിന്നെ മനുഷ്യൻ പാപികളായി ജനിക്കുന്നു, ആ പാപത്തെ ഏറ്റെടുക്കാൻ ദൈവം ദൈവപുത്രനെ പറഞ്ഞയച്ചിരിക്കുന്നു, ദൈവപുത്രൻ കുരിശുമരണം വഹിച്ചുകൊണ്ട് പാപികളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. അപ്പൊ ഇനി മനുഷ്യനാകെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, മാമോദിസ മുങ്ങ. അങ്ങനെ വന്നാൽ യേശു പാപങ്ങളെ ഏറ്റെടുത്തവരുടെ ലിസ്റ്റിലേക്ക് ആര് കയറും? ഈ മാമോദിസ മുങ്ങിയ ആളുകൾ എല്ലാവരും കയറും. അതോടുകൂടി അവരുടെ പാപം എന്താവും? പൊറുക്കപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഒന്നാം ലോകമഹായുദ്ധം നടത്തിയാൽ എന്താ, രണ്ടാം ലോകമഹായുദ്ധം നടത്തിയാൽ എന്താ, പിന്നെ നിങ്ങൾക്ക് ഇറാഖിൽ 5 ലക്ഷം കുട്ടികളെ കൊന്നാൽ എന്താ, അഫ്ഗാനിൽ കാർപ്പറ്റ് ബോംബ് ഇട്ടാൽ എന്താ, നിങ്ങളെല്ലാ പാപവും എന്താവും? ആള് കൊണ്ടുപോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തിൽ ഇത്ര ക്രൂരന്മാരായ ആളുകൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്, അവരുടെ ജീവിത കാഴ്ചപ്പാടാണ്. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിങ്ങളിൽ കച്ചറക്കാരുണ്ടാവില്ല എന്നാ? ചോദ്യം, മോമാലിക്കാന്റെ ദീനില് അങ്ങനെ ഉണ്ടോ? നിങ്ങളെ പാപങ്ങളെല്ലാം, നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും മാപ്പിള ആയതുകൊണ്ട് പൊറുക്കപ്പെടും നിങ്ങളെ ദീനിലുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ പോയിന്റ്. എന്താണ്, അവരിൽ എത്ര നല്ല മനുഷ്യന്മാരുണ്ട്? ഖുർആൻ തന്നെ പറയുന്നുണ്ട് അവരിൽ നല്ല മനുഷ്യന്മാരുണ്ട്, അവർക്ക് അള്ളാഹു കാരുണ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. പോയിന്റ് അതല്ല. പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിൽ നന്മ തിന്മകൾ സ്വീകരിക്കാൻ ഉള്ള അടിസ്ഥാന പ്രചോദനം, അതൊരു മർമ്മമാണ്. ആ മർമ്മത്തിൽ സംഭവിച്ച പിഴവിനെ കുറിച്ച് ഞാൻ പറയും. മുസ്ലിങ്ങളിൽ സ്വേച്ഛാധിപതികളായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഹാഫിദുകളെ കൂട്ടക്കൊല നടത്തിയിട്ടുള്ള മുസ്ലിം രാജാക്കന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവര് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിലാണ്. അയാൾക്കും അയാളുടെ കാലത്ത് ജീവിച്ചവർക്കും ശേഷം ജീവിക്കുന്നവർക്കും അറിയാം അയാൾ ചെയ്ത കുറ്റത്തിന് അയാൾ ശിക്ഷിക്കപ്പെടുമെന്ന്. പക്ഷെ ഈ പ്രമാണം വെച്ചുകൊണ്ട് കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പാപങ്ങൾ ഏറ്റുവാങ്ങിയ യേശുവിൽ വിശ്വസിച്ചാൽ മതി എന്ന് വരുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. അതാണ് മർമ്മം എന്ന് ഞാൻ പറഞ്ഞു. ഖുർആൻ അതിന് നിഷേധിക്കാൻ, ഒരാളുടെ ഭാരവും വേറൊരാളും താങ്ങൂല, ഒരാളുടെ പാപഭാരവും ഒരാളും താങ്ങൂല. വാപ്പ നബിയായിട്ട് വാപ്പ പറയാണ്, മോളെ എനിക്ക് എന്റെ സ്വത്ത് എന്താ എടുത്തോ, ചോദിച്ചോ, അള്ളാന്റെ അടുത്ത് ഒന്നും വാങ്ങിത്താൻ എന്നെ കൊണ്ട്. ഫാത്തിമാവിയെ വിളിച്ചിട്ട് റസൂലുള്ള പറയാണ്, എന്റെ മോളാണ് എന്നുള്ളത് കൊണ്ട് പോലും എനിക്കൊന്നും കിട്ടൂല കേട്ടോ, ഈ ചെയ്തതേ നിനക്കുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ നന്മ ചെയ്യുക എന്നത് ഒരാളുടെ ജീവിത വിജയത്തിന്റെ അനിവാര്യമായ ഉപാധിയായി മാറുന്നു. അയാൾ സമുദായത്തിന്റെ അകത്താണ് എന്നുള്ളത് കൊണ്ട് എന്താവൂല? രക്ഷപ്പെടൂല എന്ന് ഖുർആൻ പറയും. ഖുർആൻ അതെന്നെ ആവർത്തിച്ച് എത്രയോ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാതയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമുദായത്തിലായതുകൊണ്ട് കാര്യമില്ല, മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും അല്ല അള്ളാഹ് വിളിക്കുക. അള്ളാഹ് പരലോകത്ത് വിചാരണക്ക് വിളിക്കുന്നത് പോലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റക്കൊറ്റക്കാന്നാണ്, ഓരോ മനുഷ്യനെയുമാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെ മഹല്ലിൽ ഒരുപാട് നന്മ ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ്, അതിന്റെ ഗുണം നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ ആ ചെയ്തതിന് പരലോകത്ത് കിട്ടാതിരിക്കാന്നറിയോ? ആ ചെയ്തോൽക്കേ കിട്ടുള്ളൂ, അത്രേ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ നാട്ടില് ഒരു ഭക്ഷണ വിതരണം നടത്തുക ഒരാൾ, പാവങ്ങൾക്കൊക്കെ പള്ള കഴിക്കണവർക്കൊക്കെ ദുനിയാവിൽ അതിന്റെ കാര്യം ഉണ്ടാവും. പക്ഷേ ഭക്ഷണം കൊടുത്തതിന്റെ കൂലി ആയിരിക്കും കിട്ടുള്ളൂ?
ആ കൊടുത്താക്കേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് സഹായം ചെയ്ത് കൊടുത്താൽ ആ സഹായം ചെയ്ത് പോലെ കിട്ടുള്ളൂ. ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ കാണിച്ചിട്ടാ നമ്മൾ ഉഷാറാ എന്ന് പറയണ്ട. അയാളാണ് ഉഷാർ. നമ്മൾ ആരെയെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോടെ കുറിച്ച് തന്നെ നോക്കണം എന്ന് പറയണം. നമ്മളത് നാടൻ ഭാഷയിൽ പറയുമ്പോ നമ്മളെ ഖബറിൽ ആരും വന്ന് കിടക്കൂല എന്ന് പറയലില്ലേ? ഒരാളും കിടക്കൂല. നമ്മൾ എന്താണോ ചെയ്തത് അതേ നമുക്ക് ഉണ്ടാവും. ഇതാണ് ഇസ്ലാം. ക്രൈസ്തവത പക്ഷെ പഠിപ്പിക്കുന്നത് പാപങ്ങൾ പേറാൻ ആര് വന്നിരിക്കുന്നു. ഇനി അതിന് ശേഷമുള്ള പാപങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? പാപത്തിന്റെ ശമ്പളം മരണം അത്രേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമരുമലൊക്കെ കാണാതെ. അപ്പൊ അഥവാ ഇനി വേറെ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അത് ഏതോടു കൂടി പോകും? മരണത്തോടു കൂടി പോകും. പിന്നല്ല. ഇത് മനുഷ്യരുടെ ശരിക്കും നല്ലൊരു ട്വിസ്റ്റാണ്. ഇത് തന്നെയാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിലുണ്ട് ഇതേ പ്രശ്നം. കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരാൾ ബ്രാഹ്മണനായി ജനിക്കുന്നത് തന്നെ മുജ്ജന്മ സുഹൃതമാണ്. പണ്ട് അയാള് മുന്തിയ കാര്യം ചെയ്തത് കൊണ്ടാണ്. പണ്ട് സുരേഷ് ഗോപി പറഞ്ഞില്ല, അടുത്ത ജന്മത്തിൽ എനിക്കൊരു നമ്പൂരിയാണ്. അപ്പോ അതൊരു സുഹൃതാണ്. ജാതിയിൽ താഴ്ത്തപ്പെട്ടവൻ അവനെ കാണുമ്പോഴുള്ള വിചാരം എന്താണെന്നറിയോ? ഓൻ കഴിഞ്ഞ ജന്മത്തിലെ വെടക്കത്തരം ചെയ്തതിന്റെ ഫലല്ലേ ഓനിപ്പ അനുഭവിക്കുന്നത്. അനുഭവിച്ചോ? അവിടാണ് പ്രശ്നം. അതല്ലാതെ ഈ ജാതി പട്ടികയിൽ എവിടെ ചേർക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ചില ആൾക്കാർ പറയും ജാതി താഴ്ത്തപ്പെട്ടോണ്ട് സംവരണമെങ്കിലും കിട്ടിയില്ലേന്ന്. അത് മെച്ചായിട്ട് കാണുക. യഥാർത്ഥ പ്രശ്നം അതല്ല. പ്രശ്നം ഇതാണ്, നിങ്ങൾ ഒരാളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ അയാളെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്താ തീരുമാനം? നായനെ കാണുമ്പോ പൂച്ചനെ കാണുമ്പോ ഒക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ മുജ്ജന്മത്തില് പാപം ചെയ്തതിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ തെരുവുനായായിട്ട് ജനിക്കേണ്ടി വന്നതെന്നാണ്. പച്ചക്കരളുള്ള എല്ലാറ്റിലും സ്വതക്കയുണ്ട്. നായ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്ത് പോയി ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഈ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് നായനെ കാണുന്ന ഒരുത്തനും തോന്നേണ്ടി എന്താണ്? ഇത് മുജ്ജന്മത്തിൽ പാപം ചെയ്താണ്, അവര് കല്ലുകൂടി എടുത്ത് എറിയണം. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ മോമാലിക്ക ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ നായനെ എറിയുന്നോ? അങ്ങനെ ചോദിക്കരുത്. ഞാൻ പറയണത് അതിന്റെ പ്രമാണം ഇല്ലാതാണ്. നായ്ക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്ത് പോകും. നായനെ ഓടിക്കണ്ട. നായ തൊട്ടാൽ നജസാന്നുള്ളത് നമ്മളെ മദ്ഹബുകളിൽ ഒരു മദ്ഹബിന്റെ അഭിപ്രായമാണ്. അപ്പൊ അതിന്റെ എന്താണ് ചെയ്യേണ്ടത്, വൃത്തിയാക്കേണ്ടതെന്നൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിച്ചുബാക്കി നന്ദിയുള്ളൊരു ജീവിയാണ്, ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ഒരു ജീവിയാണ്. ഒരിക്കലും ഒരു കഷ്ണം ബ്രെഡ് നിങ്ങൾ കൊടുത്താൽ അല്ലാത്തൊരു ജീവിയാണ്. അള്ളാഹുവിന്റെ പടപ്പാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഗുഹയിൽ പോയി കൂടിയപ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു നായാണുള്ളത്. ഒരു നായാണുള്ളത്. ആ നായനാണ് നമ്മളെന്തോ ഒരു ശത്രുവായിട്ട് എങ്ങനോ ആയിപ്പോയതാണ്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഭിന്നതയുണ്ടല്ലോ, തർക്കങ്ങളുണ്ടല്ലോ, അതിലൊക്കെ തീർപ്പ് അള്ളാഹ് കൽപ്പിച്ചോളും എന്ന് പറയാണ്. അള്ളാഹു വിധി കൽപ്പിക്കും. അപ്പോൾ ഞാൻ വിധി തീർപ്പ് കൽപ്പിക്കും. ഹുക്കുമ് വിധി എന്നതാണ്. ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ വിധി കർത്തൃത്വം എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ ഈ കാണിച്ചു കൂട്ടുന്ന ഇത്തരം ഭിന്നിപ്പുകൾക്കൊക്കെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോ ഞാൻ എന്ത് ചെയ്തുതരും? കൃത്യമായ വിധി കൽപ്പിച്ചു കാണിച്ചു തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അങ്ങനെ അവര് ഈസാ നബിനെ കുരിശിൽ തറച്ചു എന്നും വിചാരിച്ചിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഞാൻ ആക്കിയിട്ടുണ്ട്. ആരെയാണ്? നിന്നെ പിൻപറ്റിയ ആളുകളെ. ആരാണ് ഈസാ നബിയെ പിൻപറ്റിയ ആളുകൾ? നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കൊരു തെറ്റിദ്ധാരണ വന്നു പോകും. മൂസാ നബിന്റെ അനുയായികളാണ് ജൂതന്മാര്, ഈസാ നബിന്റെ അനുയായികളാണ് ക്രിസ്ത്യാനികള്. സംഗതി അങ്ങനല്ലല്ലോ. മൂസാ നബിന്റെ അനുയായികൾ മുസ്ലിങ്ങളാണല്ലോ, ഈസാ നബിന്റെ അനുയായികളും മുസ്ലിങ്ങളാണല്ലോ, മുഹമ്മദ് നബിന്റെ അനുയായികളും മുസ്ലിങ്ങളാണല്ലോ, എല്ലാ നബിമാരുടെ അനുയായികളും മുസ്ലിങ്ങളാണല്ലോ.
അല്ലെ? ആദ്യ നബിന്റെ അനുയായികൾ മുസ്ലിങ്ങളാണ്. ബുദ്ധനും കൃഷ്ണനും ഒക്കെ നബിമാരായിരുന്നെങ്കിൽ മേ ബി ചിലപ്പോ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ അനുയായികൾ എന്താണ്? മുസ്ലിങ്ങളായിരിക്കുമല്ലോ. അപ്പോ ഈസാ നബിയെ പിന്നെയുള്ളവർ ദൈവപുത്രനാക്കിയതുപോലെ ഒരുപക്ഷെ ശ്രീകൃഷ്ണനെയും എന്താക്കിയതായിരിക്കാം? ദൈവമേ ഭഗവാൻ എന്നൊക്കെ വിളിച്ചതായിരിക്കാമല്ലോ. ഉസൈർ ബിൻ അള്ളാന്ന് യഹൂദികൾ പറഞ്ഞ പോലെ ബുദ്ധനെ തന്നെ ദൈവമാക്കിയതായിരിക്കാലോ. നമ്മളെ ഈ അടുത്ത കാലത്ത് ജീവിച്ച ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ വരെ ആള് വിളിച്ച് പ്രാർത്ഥിക്കും. തൊട്ടടുത്ത സംസ്ഥാനത്ത് ജയലളിതക്ക് അമ്പലം ഉണ്ടാക്കും. മാതാന്തമായി മരിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ പൂജിക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മരിച്ചുപോയ നബിമാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ആളുകൾ വഴിതെറ്റിയപ്പോ ചെയ്തൊരു കാര്യമാണ്. വിഗ്രഹം ഉണ്ടാക്കുന്നതിനെതിരെ പണിയെടുത്ത് ഇബ്രാഹിം നബിന്റെ പേരിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച ടീമാണ്. മനസ്സിലായത്? അപ്പോ പക്ഷെ യഥാർത്ഥത്തിലുള്ള അനുയായികൾ ആര്? അവര് വിശ്വാസം. അപ്പൊ ഖിയാമം വരെ സത്യനിഷേധികളുടെ മേൽ സ്ഥാനം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ യഥാർത്ഥ അനുയായികൾ അവർ തന്നെയാണ് മൂസാ നബിയുടെയും യഥാർത്ഥ അനുയായികൾ, അവർ തന്നെയാണ് മുഹമ്മദ് നബിയുടെയും യഥാർത്ഥ അനുയായികൾ എന്ന് പറയുന്നത്. അത് നല്ലോണം മനസ്സിലായിക്കോളി. ഒരാൾ ഇസ്രയേൽ സമൂഹത്തിൽ അംഗമായി എന്നതുകൊണ്ട് നന്നാവൂല എന്നാണ് ഖുർആൻ അങ്ങനെ വീണ്ടും 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 പറയണതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മാപ്പിളാരായതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നാണ്. ഒരു സമുദായത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ഇത്രയും നബിമാര് വന്ന് ഇസ്രായേൽ സമൂഹത്തിൽ പെട്ടു രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെട്ടിട്ടുണ്ട്. ആരാണ്? അവരിലെ സൽക്കർമ്മം ചെയ്തവർ. അതുപോലെ ഈ മാപ്പിള സമുദായം രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ സാക്ഷ്യം നിർവഹിക്കണം. ആ സാക്ഷ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന സന്ദേശമാണ് ഇതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അത്തരം നല്ല സാക്ഷികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.